നൽകുന്നു. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് ജീവിതം വഴിമുട്ടിയ കാട്ടാക്കട സ്വദേശിനി സുമയ്യയെ കൈയൊഴിയാൻ ആരോഗ്യവകുപ്പിന്റെ ഒരു വിചിത്രവാദം. ശരീരത്തിൽ സർജിക്കൽ ഗൈഡ് ട്യൂബ് കുടുങ്ങിയത് ഈ കാര്യം പരാതിക്ക് മുൻപേ തന്നെ അന്വേഷിച്ചിരുന്നു എന്നാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. ട്യൂബ് നെഞ്ചിലുള്ളതുകൊണ്ട് മറ്റാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന റിപ്പോർട്ടാണ് ലഭിച്ചത് എന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു. ആരോഗ്യവകുപ്പ് ഡയറക്ടർ പറഞ്ഞതിനപ്പുറം ഒന്നും പറയാനില്ല എന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പ്രതികരണം. സർവീസസ് അതിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. അത് ഡയറക്ടർ ഹെൽത്ത് സർവീസസ് അതിൽ എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതേസമയം 4 അടി നടന്നാൽ കിതച്ചു വീഴുന്ന സുമയ്യയുടെ ജീവിതമാണ് 24 ഇന്നലെ പുറം ലോകത്തെ അറിയിച്ചത്. ഡോക്ടർ രാജീവ് കുമാർ വീഴ്ച സമ്മതിക്കുന്ന ശബ്ദരേഖയും ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഇതിന്റെ നഷ്ടം നമുക്കാണല്ലോ, നമുക്കല്ലേ പ്രശ്നം. നിങ്ങളെ ഒരു പറ്റിയൊരു അബദ്ധം വലിയൊരു ഞാനല്ല, എനിക്കിതിനെ കുറിച്ച് അറിവില്ല. ഞാൻ ഇടുന്ന സാധനമല്ല, നമ്മുടെ കാര്യമില്ല, ഇട്ടത്. നമ്മള് പെട്ട് നിൽക്കാൻ എന്തായാലും അവിടെ നിന്ന് സംസാരിച്ച് എന്താണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇത് എടുക്കാൻ പറ്റും, പക്ഷെ അത് ബുദ്ധിമുട്ടാവും അല്ലേ? അല്ല, എടുക്കാൻ പറ്റുമെന്ന് വെച്ചാല് പണ്ടൊക്കെ എടുക്കുമായിരുന്നു. ഇപ്പൊ അവർ പറയുന്നത് അത് പിന്നെ ഇത് അപകടമില്ലാത്തൊരു സ്ഥലത്തും സ്റ്റേബിളായിട്ട് സ്ഥലത്തുമാണെങ്കിൽ വെറുതെ വിട്ടാൽ മതി, ഒന്നും ചെയ്യേണ്ടെന്നാണ് അവർ പറയുന്നത്. ഈ വിഷയത്തിൽ ആശുപത്രിയോട് DMO വിശദീകരണം തേടിയിട്ടുണ്ട്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകാറുണ്ട്. ഷഫീദ്, ഈ ഹൃദയത്തിൽ ഈ വയർ കുടുങ്ങിയ സംഭവത്തിൽ, ഈ ട്യൂബ് കുടുങ്ങിയ സംഭവത്തിൽ ഇതിലൊരു ആരോഗ്യവകുപ്പ് പൂർണ്ണമായും സുമയ്യയെ കൈയൊഴിയുകയാണോ? എന്ത് ന്യായമാണ് ആരോഗ്യവകുപ്പിന് പറയാനുള്ളത്? ഇന്നിപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജിനോട് ചോദിച്ചപ്പോഴും അവർ കൃത്യമായ മറുപടി പറഞ്ഞിട്ടില്ല. നേരത്തെ വിശദീകരണം നൽകി കഴിഞ്ഞു എന്ന് മാത്രം പറഞ്ഞവർ ആ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയാണ്. സുമയ്യയെ സംബന്ധിച്ച് ഇത് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോഴും 4 അടി നടക്കുമ്പോഴേക്ക് കിതപ്പോടുകൂടി പിന്നീട് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. സുമയ്യ ഇന്നലെ കരഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നത് നമ്മൾ കേട്ടതുമാണ്. ഷഫീദ്, ഇതിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്? ആരോഗ്യവകുപ്പിന് ഈ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വമില്ലേ? തൈറോയ്ഡ് ഗ്രന്ഥി നീക്കം ചെയ്യൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടാണ് സുമയ്യ 2023 ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടുന്നത്. ശേഷം 2 വർഷം അതിൽ ഈ തൈറോയ്ഡ് നീക്കം ചെയ്ത തൈറോയ്ഡ് ഗ്രന്ഥിയിൽ ഒരു ക്യാൻസർ സെലമെന്റ് ഒക്കെ കാണുകയും പിന്നീട് അതുമായി ബന്ധപ്പെട്ട് ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടുകയൊക്കെ ചെയ്തത്. പക്ഷേ അവർക്ക് തുടർച്ചയായി ശ്വാസമുട്ടലും അതേപോലെ തന്നെ കിതപ്പടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് അവർ ഈ കാര്യങ്ങളൊക്കെ ഡോക്ടർ രാജീവ് കുമാറിനോട് പറയുകയും ചെയ്തിരുന്നു. അങ്ങനെ വളരെ പെട്ടെന്ന് ഒരു ദിവസം അവർക്ക് കിടപ്പുണ്ടായപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് അവിടെ എക്സ്റേ എടുത്ത് നോക്കിയപ്പോഴാണ് അവരുടെ നെഞ്ചത്ത് 50 സെന്റിമീറ്റർ നീളമുള്ള ഒരു ട്യൂബ് അത് കണ്ടെത്തുന്നത്. ശേഷം RCC അടക്കം നടത്തിയ പരിശോധനയിലും സമാനമായി തന്നെ കണ്ടെത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിനുശേഷം ഡോക്ടർ ശസ്ത്രക്രിയ നടത്തിയ രാജീവ് കുമാറുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം സുമയ്യയുടെ ബന്ധുവിനോട് സംസാരിക്കുന്ന ശബ്ദരേഖയാണ് നമ്മൾ കേട്ടത്. ഡോക്ടർ രാജീവ് കുമാർ തന്നെ അക്കാര്യത്തിൽ ഒരു വീഴ്ച സംഭവിച്ചു, എന്നാൽ തനിക്കല്ല തന്റെ യൂണിറ്റിലെ ആർക്കും ഒരു വീഴ്ച സംഭവിച്ചു എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ നടന്നിട്ടും ഇന്ന് വൈകിട്ടോടുകൂടി ആരോഗ്യവകുപ്പ് ഡയറക്ടർ പുറത്തിറക്കിയിരിക്കുന്ന അവരുടെ വിശദീകരണക്കുറിപ്പിൽ പൂർണ്ണമായും സുമയ്യയെ കൈയൊഴിയുന്നു എന്ന് മാത്രവുമല്ല, ശസ്ത്രക്രിയാ വീഴ്ചയെക്കുറിച്ച് നേരത്തെ തന്നെ ആരോഗ്യവകുപ്പിന് അറിവുണ്ടായിരുന്നു എന്നുള്ള വിചിത്രവാദം കൂടി അവർ ഉന്നയിക്കുന്നുണ്ട്. അവർ പറയുന്നത് ഈ പരാതി കിട്ടും മുൻപ് അന്വേഷണം നടത്തിയെന്നാണ് ആരോഗ്യവകുപ്പിന്റെ ഇക്കാര്യത്തിലെ നിലപാട്. 2025 ഏപ്രിൽ മാസം വിദഗ്ധ സമിതി രൂപീകരിച്ചു. 2025 മാർച്ച് മാസത്തിൽ ശ്രീചിത്ര മെഡിക്കൽ സെന്ററിലേക്ക് ഇവരെ റഫർ ചെയ്തവരുടെ അഭിപ്രായം തേടി. ട്യൂബ് 50 സെന്റിമീറ്റർ ഉള്ള അതിൽ ട്യൂബ് നെഞ്ചിലുള്ളത് കൊണ്ട് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന റിപ്പോർട്ടാണ് ലഭിച്ചതെന്ന് ആരോഗ്യവകുപ്പ് പറയുന്നുണ്ട്. കൂടാതെ ഇനിയും ഒരു പരാതി ലഭിച്ചാൽ വിദഗ്ധ സമിതിക്ക് കൈമാറി അന്വേഷിച്ച് നടപടിയെടുക്കാം എന്നുള്ള കാര്യം കൂടി ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഒരു വിചിത്ര വിശദീകരണമായി പറയുന്നുണ്ട്. GK.